Good morning. Morning, ma'am. Good morning, ma'am. Okay. Prayer എന്നാരാണ്? ഞാനാണ് മാം, പ്രിയങ്ക. ഓക്കെ അല്ല പറഞ്ഞു. വിരിഞ്ഞു നിന്ന താരയിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വെക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വെക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമങ്ങളായിടാവു ഞങ്ങൾ. ഭാരതത്തിൻ വാടിയിൽ വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വെക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമങ്ങളായിടാവു ഞങ്ങൾ. ഭാരതത്തിൻ വാടിയിൽ അഗാധ നീലവാനമാം കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്കു നിത്യകേ നിതാന്തവത്സരോത്സുകം. 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 Thank you. Thoughts of the day ആരാ? സൈനിൻ ആണോ മാം? പറയണേ. സൈനിൻ ഞാൻ അമൃതയാണ്. Okay. Good morning everyone. I am Amrita. Here I am gonna sign in Aparna ma'am class by telling a short story. Here we go. Once upon a time, there lived a strong elephant in the forest. Every day, he would walk with big footsteps, stamping the anthill. The ants decided to teach the elephant a lesson. One day, when the elephant was eating banana leaves, a few ants started beating him. Elephant was unable to bear the pain and began to trumpet loudly. The ant felt sorry for the elephant. "We are so sorry. We wanted to teach you a lesson." The elephant realized his mistake. He understood that all living beings feel the pain. From that day onwards, the elephant did not trouble others. Moral of the story: bigger is not always great. Friends, note the point: bigger is not always great. Thank you all. Have a nice day. Thank you. Thoughts of the day ആരാ? ഞാൻ പറയാം മാം. Small positive thought in the morning can change your entire day. അപ്പം നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് കോമൺ ചൈൽഡ് ഡിസീസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് തോന്നുന്നല്ലേ? സ്റ്റാർട്ട് ചെയ്തില്ലേ അത്? എന്തൊക്കെയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്? എങ്ങനെയാണ് കുട്ടികൾക്ക് എപ്പോഴെപ്പോഴും അസുഖങ്ങൾ വരുന്നത്? എന്തുകൊണ്ടാണ്? Absence of immunity. ആബ്സെൻസ് ഓഫ് ഇമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയോ? യൂണിറ്റ് 3യുടെ ക്വസ്റ്റ്യൻസ് കിട്ടിയോ? ചെയ്ത് നോക്കിയാ നിങ്ങള്? ഞാൻ ഉദ്ദേശിച്ചത് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇല്ലാന്ന് തോന്നുന്നല്ലോ. ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ല. തന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഒരു 7 ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഇല്ല. ഓക്കെ ഓക്കെ, ഞാൻ ക്ലാസ് റൂമിൽ ഇടാൻ പറയാം കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ മാം. Okay, ma'am. ഓക്കെ, കോമൺ ചൈൽഡ് ഡിസീസ് ആണ് എടുത്തത്. കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ എങ്ങനെയാ വരുന്നത്? ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടാണ് കുട്ടികൾക്ക് എപ്പോഴും എന്താണ് അസുഖങ്ങൾ വരുന്നത്. ഓക്കെ, എത്ര ടൈപ്സ് ഓഫ് ഡിസീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു? 2 types of disease: contagious and infection. Contagious and infection. ഏതൊക്കെയാണ്? Contagious and infectious. അതില് one person to another through contact ഏത് അസുഖമാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഫുഡ്, എയർ, വാട്ടറിലൂടെ സ്പ്രെഡ് ചെയ്യുന്നത്
Infectious. ഇൻഫെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഇൻഫെക്ഷൻ ഡിസീസിന്റെ എന്താ മെത്തേഡ്സ്, ഏതൊക്കെ മെത്തേഡ്സ് അല്ലെങ്കിൽ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഇൻഫെക്ഷൻ ഡിസീസ് ഒരു വ്യക്തിക്ക് സ്പ്രെഡ് ആകുന്നത്. നമുക്ക് സാധാരണയായിട്ട് അറിയാം ഫുഡ് ഐറ്റംസ് ഞാൻ ഡിസ്കസ് ചെയ്തു എന്ന് തോന്നുന്നു. ഒന്ന് എന്താണ് ഫ്ലൈസോ മറ്റേതെങ്കിലും ഇൻഫെക്റ്റോ വന്ന് ഇരിക്കുന്ന എന്നല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നത് മൂലം നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അവരോട് പറയാ എന്താണ് ഈച്ചയൊക്കെ വരുന്നിരിക്കുകയാണെങ്കിൽ ആ ഒരു പ്ലേസിൽ നിന്ന് മാറിയിരിക്കണം. അതേപോലെ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമൊക്കെ തോന്നുകയാണ്, ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം തോന്നുകയാണെങ്കിൽ മുതിർന്നവരോട് പറയാം. നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് എന്താണ് മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കാം. ഈ ജങ്ക് ഫുഡ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. നിങ്ങൾ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ പറയുണ്ടാവും ജങ്ക് ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഫുഡ് ഹാബിറ്റ്സിൽ നല്ലതല്ലാത്തതെന്ന്. അപ്പൊ അതിലെന്താ പറയുന്നത്, ജങ്ക് ഫുഡ്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നത് അത്ര നല്ലതല്ല. ജങ്ക് ഫുഡ്സിലൂടെ ഒരുപാട് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്, ഡയറിയ പോലത്തെ. ജങ്ക് ഫുഡ്സ് മാത്രമല്ല, പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഫുഡിൽ നിന്ന് എന്ത് വരുന്നുണ്ട്, ഡയറിയ, അതേപോലെ വോമിറ്റിങ്, ഡിസെൻട്രി, ലൂസ് മോഷൻ, അതേപോലത്തെ ഒരുപാട് ഫുഡ് ഇൻഫെക്ഷൻ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് സ്ഥിരം കേൾക്കുന്ന ഒരു വേർഡാണ് ഫുഡ് ഇൻഫെക്ഷൻ. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും ഫുഡ് ഇൻഫെക്ഷൻ ആണ് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? ഇപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയും എനിക്ക് തോന്നുന്നു രണ്ടുപേരും വർക്കിംഗ് ആണ്, മക്കൾ ചിലപ്പോൾ പഠിക്കാൻ പോവായിരിക്കും. അപ്പൊ അവർക്ക് ടൈം കിട്ടുന്നില്ല, കുക്ക് ചെയ്യാനും പാചകം ചെയ്യാനും ഒന്നും ടൈം കിട്ടുന്നില്ല. സോ ഇതേ എന്താ ചെയ്യുന്നത്, അവര് അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ഏതൊക്കെ മീഡിയത്തിലൂടെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നത്, സ്വിഗ്ഗി, സൊമാറ്റോ, അതുവഴി ഒന്നും ഓർഡർ ചെയ്യാറില്ല നിങ്ങള്? ഓക്കെ. അപ്പൊ അതേപോലെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഇത്ര ടൈമിനുള്ളിൽ ഫുഡ് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യും. നമുക്ക് കുഞ്ഞു കുട്ടികൾ ഒരു അത്യാവശ്യം വലിയ കുട്ടികളാണെങ്കിൽ ഇപ്പൊ ഇതേപോലത്തെ ഫുഡ് ഇൻഫെക്ഷൻ വന്നാലും വലിയ സീൻ ഉണ്ടാവില്ല. പക്ഷെ കുഞ്ഞു കുട്ടികൾക്കൊന്നും നമ്മൾ എന്ത് ചെയ്ത് പുറത്തുനിന്ന് വാങ്ങിച്ച് ഭക്ഷണം കൊടുക്കരുത്. നമ്മുടെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യുക, കുക്ക് ചെയ്ത് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. ഇതേപോലെ പാചകം ചെയ്ത ഫുഡ് ഐറ്റംസ് എല്ലാവരും നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും എന്താണ് മൂടി വെക്കാം. നല്ല രീതിയിൽ എന്ത് ചെയ്യാം, മൂടി വെക്കണം. ഈച്ചയൊന്നും വന്ന് ഇരിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ കവർ ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫുഡ് ഐറ്റംസ് വെക്കാനായിട്ട്. ഓക്കെ, അത് നമ്മൾ വായിച്ചേണോ? വായിച്ചായിരുന്നു മിസ്. ഏറെ ആരാ വായിക്കുന്നേ? ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചിട്ട് മീനിങ് മാത്രം. ഫുഡ് ഐറ്റംസ് വായിപ്പിച്ചിട്ടില്ല, ഫസ്റ്റ് പാരഗ്രാഫ് ആണ് വായിച്ചത്. ഓക്കെ, അപ്പൊ ഫുഡ് ഐറ്റംസ് മുതൽ നമുക്ക് വായിക്കാം. മാം ഫുഡ് ഐറ്റംസും വായിച്ചായിരുന്നു, ഞാനായിരുന്നു അന്ന് വായിച്ചത്. ഓക്കെ, കുഴപ്പമില്ല. വേറെ ആള് ഫുഡ് ഐറ്റംസ് മുതൽ വായിച്ചോ? ഞാൻ വായിക്കാം മാം. ഓക്കേടാ, ഓരോരുത്തരും ഓരോ പോയിന്റ് വായിക്കാം. ഈ വായിക്കാൻ പറയുമ്പോ ആരും മാറി നിൽക്കണ്ട, കാരണം നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ആ ഒരു പേടിയും ഭയമൊക്കെ മാറ്റി എടുക്കാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്രയും പേരുടെ മുമ്പിൽ വായിക്കാൻ ഒരു മടിയൊക്കെ ഉണ്ടാവും ആദ്യം, പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ തന്നെ കേട്ടാ. ഓക്കെ, വായിച്ചോ കേട്ടാ. ആരാണ്? അപർണ. ഓക്കേടാ. Items consuming foods which are affected by flies and other insects is the reason for various diseases and infections. Fly is the major carrier of infections. ഓക്കെ, നമ്മൾ പറഞ്ഞു മറ്റ് ഇൻസെക്ട്സോ മറ്റ് ഈച്ച അതേപോലത്തെ കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഇരിക്കും. അപ്പൊ അത് നമ്മുടെ ഫുഡ് ഐറ്റംസിനെ എന്താക്കും, ഇൻഫെക്റ്റഡ് ആക്കും. അതുവഴി നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള കാരണമാണ്. നെക്സ്റ്റ് വായിച്ചു കേട്ടോ. Air. It is the main medium of spreading diseases. When a patient coughs and sneezes, thousands of germs spread in the air. They are carried through air and get into the body of the person having less immunity power. Cough, cold measles, smallpox,
tuberculosis, etc. are examples and spread out air. ഓക്കേടാ. നോക്കി, നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമ്മളിപ്പോ എന്താണ് എയറിലൂടെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് അസുഖങ്ങൾ അറിയാം. ഏതൊക്കെയാണ് എയറിലൂടെ സ്പ്രെഡ് ആവുന്ന അസുഖങ്ങൾ? ഇവിടെ പറഞ്ഞതിന് കഫ് ഉണ്ട്, കോൾഡ് മലൈസിസ് ഉണ്ട്, അത് കൂടാതെ കൊറോണ എയറിലൂടെ കൊറോണ എയറിലൂടെയാണ്. വേറെ അലർജീസ്. അലർജീസ്. ഓക്കെ. എന്താണ്? എലിപ്പനിയോ? ഡെങ്കിപ്പനി. അത് കൊതുകല്ലേ? പനി കൊതുക് കുത്തുമ്പോ പകരുന്നതാണ്. കൊതുക് നമ്മളെ കുത്തിരിക്കുന്ന ആളെ കൊതുക് നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് വരും പനി. പനി. ഓക്കെ, എയറിലൂടെ അത് നമ്മള് ഓക്കെ. ചിക്കൻ ബോക്സ്. ചിക്കൻ ബോക്സ് നമ്മൾ അയാളോട്ട് കോണ്ടാക്റ്റിൽ വന്നാലാണ് അയാൾക്ക് പനിക്കുന്ന സമയത്ത് നമ്മളും അത് സ്മോൾ ബോക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം അതേപോലെ തന്നെ എയറിലൂടെയും സ്പ്രെഡ് ആവും. അതേപോലെ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മാം ജലദോഷം ചുമയൊക്കെയോ? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജലദോഷം തുമ്മലൊക്കെ ഉണ്ടാവും. നമ്മൾ കുഞ്ഞു കുട്ടികളാണ്. നമ്മുടെ കുട്ടിക്ക് അസുഖമൊന്നും ഇല്ലാണ്ട് നമ്മൾ പറഞ്ഞു വിട്ടാൽ പോലും ക്ലാസ്സിൽ നിന്ന് വരുമ്പോ ചിലപ്പോ അവരെ കൊണ്ടുവരുന്നത് ആരായിരിക്കും? ഈ ജലദോഷം ചുമയൊക്കെ ആയിരിക്കും. അത് മംസ്, റൂബല്ല, പിന്നെ നമ്മള് റെഡ് ഐസ്, അതേതാണ്? അങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ആവും എയറിലൂടെ. അത് കണ്ണീര് വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. എന്നാലും ഏകദേശം നോക്കാട്ടെ. നമുക്ക് എയറിലൂടെയും നമുക്ക് അസുഖങ്ങൾ, ഒരുപാട് അസുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരാൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ തൗസൻഡ്സ് ഓഫ് ജെംസ് ആണ് എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മളെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും എന്ത് ചെയ്യും? കൈ യൂസ് ചെയ്യാം, ഇങ്ങനെ ചുമയ്ക്കാൻ പറയാം. അതല്ലെങ്കിൽ അവരോട് പറയാം, പെനിനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് വലിച്ചിട്ട് ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് ചുമയ്ക്കാം. അല്ലെങ്കിൽ എങ്ങനെയാ ഇങ്ങനെ ചുമയ്ക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കാം. അല്ല, കർച്ചീഫ് ഉണ്ടെങ്കിൽ കർച്ചീഫ് ആണ് നല്ലത്. ഏറ്റവും നല്ലൊരു ശീലമാണ് കുട്ടികളില്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ കർച്ചീഫ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ ഭാവിയിലും അത് യൂസ് ചെയ്ത് ശീലിച്ചോളും. അപ്പൊ അവർക്ക് അതൊരു എന്താ പറയാ, ശീലിക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. അത് യൂസ് ചെയ്യുന്നതിന് വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ കർച്ചീഫ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കാം. അതേപോലെ പൊടി, അതേപോലെ ഡസ്റ്റ് ഒക്കെ ഉള്ള ഒരു ഏരിയ ചെല്ലുമ്പോൾ നമ്മൾ കർച്ചീഫ് നല്ല രീതിയിൽ എന്ത് ചെയ്യാം? മുഖം മറയ്ക്കാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആസ്മയുടെ ഒക്കെ കാര്യം. ഓക്കെ, അപ്പൊ ദേ ക്യാരിഡ്, നമ്മൾ എയറിലൂടെ ഒരുപാട് അസുഖങ്ങൾ സ്പ്രെഡ് ആവുന്നുണ്ട്. അത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ പേഴ്സൺസിനെയാണ് അത് ആദ്യം അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് നല്ല കോൾഡും കഫൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ ബാക്കിയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ കുട്ടീനെ മറ്റു കുട്ടികളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ആ കുട്ടിയുടെ പാരന്റ്സിനെ വിളിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ വിടാം. കാരണം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ കുട്ടിയും, അതേപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളും നമുക്ക് അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവർക്കും കൂടി അസുഖം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിനാണ്. സോ ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ ഇങ്ങനൊരു അസുഖം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടീനെ മറ്റുള്ള കുട്ടികളിൽ നിന്ന് എന്ത് ചെയ്യാം? ഐസൊലേറ്റ് ചെയ്യാം. ഓക്കെ, അതുവഴി വരുന്ന അസുഖങ്ങളാണ് പറഞ്ഞത്. ഇനി അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? നമ്മള് ഫ്ലൈസ് വഴി മലേറിയ, ഡയറിയ, ടൈഫോയിഡ്, ഡെങ്കിപ്പനി, ഉണ്ടാവൂലേ? എന്താണ്? എലിപ്പനി, നിപ്പ വൈറസ് ഇല്ലേ? എലിപ്പനി ഉണ്ട്. ആലോചിച്ച് അത് എങ്ങനെയാ സ്പ്രെഡ് ചെയ്യുന്നത്? പക്ഷികളിലൂടെയാണ്, നമ്മളുടെ വവ്വാലുകളിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ മങ്കി ബോക്സ് ഇല്ലേ മിസ്? മങ്കി ബോക്സ്. പിന്നെ എന്താണ്? H1N1. പിന്നെ പക്ഷിപ്പനി. പിന്നെയും ഉണ്ടല്ലോ, ഒരുപാടുണ്ടല്ലോ. ഏതൊക്കെയാണ്? ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ നമുക്ക് അനിമൽസ് അല്ലെങ്കിൽ റാബിസ്,
റാബീസ് അത് അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ എങ്ങനെയാണ് ഈ അനിമൽസിന്റെ അതർ ക്രീച്ചേഴ്സ് വഴിയും നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മിസ്സേ. ഓക്കെ. Animals and other creatures. Besides flies, mosquitoes, insects, rats, and other creatures like pet dogs, farm animals, and even birds are responsible for carrying for infection. Filariasis, typhoid, malaria, plague, cholera, trench fever, etc. ഓക്കെ. ടെൻസ് ഫീവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയോ? ഇല്ല മാം. അത് ഒരു നമ്മുടെ ടെൻസ് ഫീവർ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അയ്യോ ഇതുവഴി ഇങ്ങനെ അസുഖങ്ങളൊക്കെ പകരും എന്ന്. ടെൻസ് ഫീവർ കേട്ടോ. കിടങ്ങ് പനി എന്നൊക്കെ മലയാളത്തിൽ പറയും. നമ്മള് ഈ പെയിൻ ഇല്ലേ, നമ്മുടെ ബോഡിയിലുള്ള പെയിൻ ഇല്ലേ, പെയിൻ തലയിലുള്ളത് ബോഡിയിലുള്ളതെന്ന് പറഞ്ഞേ, തലയിലുള്ള പെയിൻ മൂലം വരുന്ന ഒരു അസുഖമാണ് എന്ത് ടെൻസ് ഫീവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾ കൂടുതൽ അതിനെ കുറിച്ചൊന്ന് നോക്കാം. സിംറ്റംസ് ഒക്കെ സെയിം ആണ്. ഹെഡ് ഏക്ക്, സ്കിൻ റാഷസ് ഉണ്ടാവും, ഇൻഫ്ലൈംഡ് ഐസ്, ഒരുപാട് സിംറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഈ അസുഖം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാല് ഈ ഇതുകൊണ്ടാണ്, പെയിൻ ശല്യം കൊണ്ടാണ്. നിങ്ങൾക്ക് ഞാൻ ഇമേജ് കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്. ഞാൻ ആ ഇമേജ് ഷെയർ ചെയ്തില്ല ഇതിലേക്ക്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ജീവിയിൽ നിന്നാണ് ഈ പറഞ്ഞ ടെൻസ് ഫീവർ എന്ന് പറയുന്ന അസുഖം വരുന്നത് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് അത് വന്നിട്ടുണ്ട്. ഓക്കെ. നമ്മൾ വിചാരിക്കുന്ന നിസ്സാരാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ്. എന്താണ് ബോഡിയിലാണ് എഫക്ട് ചെയ്യുന്നത്? മനസ്സിലായില്ല. ബോഡിയിലാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. നമ്മുടെ സ്കിന്നിനായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പഠിപ്പിക്കാനൊക്കെ പോലെ അപ്പോ ചെറിയ കുട്ടികൾക്ക് ഒരുപാട് തലയിൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ, പെയിൻ ശല്യം കൂടുതലായിട്ടുള്ള കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്കിന്നിന്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചുമന്ന റാഷസ് കാണാൻ പറ്റും. അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ അങ്ങനെ ഇവിടെ ചെവിയുടെ ഇവിടെ, അതേപോലെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതേപോലെ അല്ല, അത്ര ഇൻഫെക്റ്റഡ് ആയിട്ടല്ല, എന്നാലും ഒരു ചെറുതായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ കുട്ടീനോട് പറഞ്ഞപ്പോ, ചെറിയ കുട്ടിയായിരുന്നു, പെൺകുട്ടിയായിരുന്നു. അപ്പൊ മുടി ഒരു പാരന്റ്സ് ഒക്കെ വർക്കിംഗ് ആണ്. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അസുഖം അല്ലെങ്കിൽ റാഷസ് ഒക്കെ വന്ന ഇൻഫെക്ഷൻ ഒക്കെ വന്നത് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഇൻഫോം ചെയ്തു ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മൊത്തം മുടി എന്ത് ചെയ്തു, മൊട്ടടിച്ച് കളഞ്ഞു. കാരണം ഇത് ഭയങ്കര കൂടിക്കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് കൂടിക്കഴിഞ്ഞാല് കുട്ടിക്ക് വേറെ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, കാരണം തീരെ ചെറിയ കുട്ടിയാ. തീരെ ചെറിയ കുട്ടി എന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാ. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇത്രയും മുടിയുണ്ട്. അപ്പൊ അവളുടെ അത് നിറച്ചും ഇതാണ്. അപ്പൊ അത് മൊത്തം ഇവിടേക്ക് ഇങ്ങനെ എന്താ പറയാ, ഭയങ്കരമായിട്ട് ചുമന്ന്, നിങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുമന്ന്, അതേപോലെ മൊരിയൊക്കെ പോലെ അങ്ങനെ വന്നിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു ഫുള്ളും മുടി കളയാ, ക്രീമൊക്കെ പരത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, കളയാൻ പറ്റും. ഇനിയും ഭാവിയിൽ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും ഇതേപോലെ അസുഖമാവും. ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് മാറും, മറ്റു അസുഖങ്ങളായിട്ട് തിരിയുമെന്നൊക്കെ പറഞ്ഞു. ആ കുട്ടിയുടെ മുടി മൊത്തമായിട്ട് കളഞ്ഞു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അവർക്ക് ചെറുതായിട്ട് മുടി വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു അസുഖം ഉണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ അല്ലെ? ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ ഒരു ഫ്രണ്ടിനുണ്ടായിരുന്നു. ആണോ? കുട്ടിയുടെ അടുത്ത് നമ്മൾ അടുത്തിരിക്കുമ്പോൾ ഒരു സ്മെല്ല് ഉണ്ടാവും നമുക്ക് തലയിൽ. ഇത് കൂട്ടിച്ചൊരു പുണ്ണ് പോലെ, എന്നിട്ട് അതുപോലെ ബാക്കിൽ നല്ലോണം തിക്കായിട്ടുള്ള ഹെയറുള്ള കുട്ടിയായിരുന്നു. ബാക്ക് സൈഡ് മൊത്തം മുടി ഉൾഭാഗം മൊത്തം കട്ട് ചെയ്തിട്ട് കുറെ നാള്. പക്ഷെ അതിങ്ങനെ പേന് വഴിയാണെന്ന് അറിയില്ല. ഇപ്പൊ മാം പറഞ്ഞപ്പോ അത്
ഭയങ്കര സ്മെല്ലാ. കുട്ടി നമ്മൾ അടുത്ത് വന്നിരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അതായിരുന്നു സംഭവം. ഇത് ഇൻഫെക്ഷൻ ആയതാണ്. അത് അതിന്റെ ഒരു ലിക്വിഡ് ഇവിടേക്ക് വന്നിട്ട് നമുക്കത് ഇൻഫെക്ഷൻ കുറെ ആവുമ്പോഴേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആവുമ്പോഴാണ് ഈ പ്രശ്നം. നമ്മള് നോർമല് കുഴപ്പമൊന്നുമില്ല, ഒരുപാട് ആവുമ്പോൾ ഒരു പ്രശ്നമാണ് കുട്ടികളിൽ. അത് ഞാൻ പറഞ്ഞത് കുഞ്ഞു കുട്ടികളാണ് കേട്ടോ. ഞാൻ പറഞ്ഞ കുഞ്ഞു കുട്ടിയായിരുന്നു. അവർക്ക് അതൊട്ടും പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ അത് ഭയങ്കര ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് തന്നെ അത് ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. കാരണം മറ്റു കുട്ടികൾക്ക് അവരുടെ ഒപ്പം ഇറിറ്റേഷൻ നമുക്ക് തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ മറ്റു കുട്ടികളൊന്നും വന്നിരിക്കൂല അടുത്ത്. ഇതൊരു കുഞ്ഞു കൊച്ചാണോ, അധികം ഒന്നും സംസാരിക്കാത്ത ഒരു കുഞ്ഞു കൊച്ചാണ്. ഇതിന്റെ ഒപ്പം ബാക്കി കുട്ടികൾ വന്നിരിക്കില്ല. ഇവളുടെ അടുത്ത് ഞാൻ ഇരിക്കൂല എന്ന് പറഞ്ഞ് മാറും. അപ്പൊ ഭയങ്കരമായിട്ട് വിഷമാവും, നമുക്കത് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കും എന്തുകൊണ്ട് ഇരിക്കാത്ത അവൾ. അപ്പൊ അവർ പറയുന്ന കംപ്ലൈന്റ് ഇതാണ്. അപ്പൊ ഞാൻ പറയും അങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾ എന്താണ് ഫ്രണ്ട്സ് ആണ് ഇരിക്കണം നമുക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് അവരുടെ പാരന്റ്സ് ഇങ്ങനെ ഡോക്ടറെ കാണിച്ചത്. അപ്പോഴും അവർക്ക് മുടി വെട്ടി കളയണമെന്നോ അല്ലെങ്കിൽ മുട്ട അടിക്കണമെന്നോ അങ്ങനെയൊന്നും ചിന്തയുണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടറുടെ ഉപദേശം കേട്ടിട്ടാണ് അവരത് അങ്ങനെ തിങ്ക് ചെയ്തത്. ഓക്കെ, നമ്മള് അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വഴി മൊസ്കിറ്റോസ്, ഫ്ലൈസ്, ഇത് വായിച്ചോ? ഈ പോയിന്റ് വായിച്ചോ? വായിച്ചോ? അതുവഴിയായിരിക്കും ഒരുപാട് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോ നമ്മുടെ പെറ്റ് ഡോഗ്സ് ആയിരിക്കും. കഴിഞ്ഞ ദിവസം കേട്ടോ, കഴിഞ്ഞ ദിവസം നല്ല ഒരു 3 മാസം മുമ്പെങ്ങാണ്ടോ എന്റെ വീട്ടില് അമ്മേനെ പൂച്ച കാലം ഒന്ന് ചെറുതായിട്ടൊന്ന് പോന്തി. വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ്. ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഞങ്ങൾ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് ചെയ്തു, ട്രീറ്റ് എടുക്കാന്ന് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വീട്ടിലെ വളർത്തുന്ന ഒരു കുഞ്ഞു പെറ്റ് ഡോഗ് ആണ്. പെറ്റ് ഡോഗ് വളർത്തുന്നത് അതൊരു കുഞ്ഞു കൊച്ചു, തീരെ 1.5 വയസ്സോ 2 വയസ്സുള്ള കുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ കീറിക്കുക, ഇങ്ങനെ നെങ്ങോട്ട് കീറിക്കുക. അപ്പൊ വേറെ എന്തോ പേടിച്ചിട്ടോ അങ്ങനെ എന്തോ ഈ കുട്ടീനെ ഉപദ്രവിച്ചത്, അല്ലെങ്കിൽ ഉപദ്രവിക്കൂല, കാരണം ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞത്. ഇങ്ങനെ കീറിക്കുന്നിട്ട് കുട്ടീനെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഈ കീറിയ സ്ഥലത്തൊക്കെ തന്നെ എന്ത് ചെയ്തു, ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിരുന്നു. ഭയങ്കര കർശനമായിരുന്നു. അപ്പൊ നമ്മൾ മാക്സിമം കുട്ടികളെ ഇതേപോലത്തെ പെറ്റ് ഡോഗ്സ്, മറ്റ് ഫാം അനിമൽസ്, റാബിറ്റ് ഒക്കെ ഉണ്ടല്ലോ, റാബിറ്റ് അതേപോലത്തെ അനിമൽസിൽ നിന്ന് ഒരു എന്ത് ചെയ്യാ, ഒരു അകലം പാലിക്കാനായിട്ട് ശ്രമിക്കാം. കാരണം ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, റാബിസ് പോലത്തെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ ബേർഡ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ക്യാരിങ് ഇൻഫെക്ഷൻസ്. പക്ഷികൾ വഴിയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിപ്പ, പിന്നെ ഏതാണ് പക്ഷിപ്പനി, അങ്ങനെ ഒരുപാട് ഇൻഫെക്ഷൻസ് അതുവഴിയും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് പറഞ്ഞു, ഫിലാരസിസ്, ടൈഫോയിഡ്, മലേറിയ, പ്ലേഗ്, കോളറ, ഡെങ്കി ഫീവർ ഒക്കെ എക്സാമ്പിൾസ് ആണ്. നമുക്കിനി ഓരോന്ന് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്, ജസ്റ്റ് പേര് പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി അടുത്താണ് നമ്മള് സാധാരണയായിട്ട് നമ്മൾ എന്താണ് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, വെള്ളം വാങ്ങിച്ചു കുടിക്കും ഇല്ലേ? എറണാകുളം ഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മള് എറണാകുളത്തോട്ടൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ഒരുപാട് ഈ സോർബറ്റിന്റെ അതേപോലെ മിൽക്ക് ഷേക്ക്, ഒരുപാട് എന്താണ് ലൈമുകളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ അല്ലേ അവിടെ. അപ്പൊ അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സോർബറ്റ് ഒക്കെ നമ്മൾ വാങ്ങിച്ച്, നോർമൽ ആണ് കാരണം ഭയങ്കര ചൂടാണ്, നമുക്ക് ഭയങ്കര ദാഹമായിരിക്കും. ആ സമയത്ത് നമ്മൾ നോർമൽ ആയിട്ട് കുടിക്കും. പക്ഷേ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, അവര് ആ വെള്ളം അല്ലെങ്കിൽ ഈ പറഞ്ഞ സോർബറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന രീതി നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു സാധനം അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കുടിക്കാനായിട്ട്. ഇപ്പൊ ടീ ആവട്ടെ, കോഫി ആവട്ടെ. അങ്ങനെ ഒരു പനിയുണ്ട്, ചെള്ളുപനിയുണ്ട്, കേട്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഡേർട്ടി ആയിട്ടുള്ള വാട്ടർ ഒക്കെയാണ് അവർ യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ അതുവഴി നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരിടയ്ക്ക് നമ്മള് കുട്ടികൾക്ക്, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ സൈക്കിളിലൊക്കെ ഇങ്ങനെ കൊട്ടിക്കൊണ്ട് പോകില്ലേ, ഐസ്ക്രീം ഇങ്ങനെ കൊട്ടിക്കൊണ്ട് പോകില്ലേ, അങ്ങനത്തെ ഐസ്ക്രീമുകൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് നിങ്ങള്? ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മളത് ഉപേക്ഷിച്ചത്, വാങ്ങിച്ചു കൊടുക്കാത്തത്? ഒരു ന്യൂസ് കണ്ടതാണ്. ഓക്കെ, കുറച്ച് നാളായിട്ട്, കുറച്ചൊരു 1.5 വർഷം 2-3 വർഷം കണ്ടായിരുന്നു തോന്നുന്നത്. ഒരു ന്യൂസ് കണ്ടതാണ്, ഇതേപോലത്തെ ഐസ്ക്രീമില് സൈക്കിളിൽ ഐസ്ക്രീം കൊണ്ടുപോയി വിൽക്കുന്ന കുറച്ച് ബംഗാളികൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീട്ടിൽ അവര് എന്താ പറയാ, ബാത്റൂമിൽ നിന്നൊക്കെ വെള്ളം എടുത്തിട്ടാണ് ഈ പറഞ്ഞ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്?
കേട്ടിട്ടുണ്ട് മിസ് മാം. കണ്ടിരുന്നു. കണ്ടിട്ടുണ്ട് മാം. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഉറപ്പില്ല വെള്ളം എന്താണ്, മലിനമാണോ അല്ലേ എന്ന് നമുക്ക് ഒട്ടും ഉറപ്പില്ല. അത് കഴിച്ചിട്ട് നമ്മൾ എന്തിനാ കുട്ടികൾക്ക് അസുഖങ്ങൾ വരുത്തി വെക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അങ്ങനത്തെ സാഹചര്യത്തിൽ കൊടുക്കാതിരിക്കുക. ഐസ്ക്രീമും അതേപോലെ വെള്ളമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കൊടുക്കാതിരിക്കുക. ഇനി കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്റെ ഒരു ഉപദേശമാണ് കരിക്കും വെള്ളം വാങ്ങിച്ചു കൊടുത്തു. കരിക്കും വെള്ളം നല്ലതാണ് എന്റെ ഒരു അഭിപ്രായത്തിലാണ് കേട്ടോ. കരിക്കും വെള്ളം അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കരിക്ക് തനിമ അത് വെട്ടി അതിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ്. അപ്പൊ അത് പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ വെള്ളം വേണമെന്ന് മോള് വാശി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കരിക്കും വെള്ളം വാങ്ങിച്ചിട്ട് കുപ്പിയിലാക്കി കൊടുക്കും, ആള് കുടിച്ചോളും. അവൾക്കറിയാം വേറെ വെള്ളമൊന്നും ഞാൻ വാങ്ങിച്ചു കൊടുക്കൂലെന്ന്. പിന്നെ ടീയും കോഫിയൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് അതേപോലെ ഈ ഭയങ്കര എന്താ പറയാ കടികളൊക്കെ ഉണ്ടാവില്ലേ, തുറന്നിരിക്കുന്ന പലഹാരങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കാം. കാരണം അത് ഒരുപാട് പൊടികളൊക്കെ അതിൽ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഡെഡ് പാർട്ടിക്കിൾസ് ഒക്കെ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുവഴി നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും. ഡൈസെൻട്രി, ലൂസ് മോഷൻ എന്ന് പറയുന്ന വേറെ പേരാണ്, കോളറ, ഫീവർ, ടൈഫോയിഡ് ഒക്കെ നമുക്ക് ഈ ഇങ്ങനെ ഡേർട്ടി ആയിട്ടുള്ള വാട്ടർ, ഐസ്, സോർബറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന മൂലം നമുക്ക് ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആരാ വായിക്കുന്നേ? വായിക്കാം മിസ്. സലാം പേര് സൽമ. സൽമാൻ ഔഷധ് അല്ലെ? വായിച്ചോടാം. Drinks like water, ice and sorbets. In the market, tea, coffee, sorbets are sold in the open. These are contaminated by the dust and other dirt particles. Dysentery, cholera, fever, typhoid, etc. are diseases which spread touch the media. ഓക്കെ. ഈ പറഞ്ഞിട്ടുള്ള നമ്മളിപ്പോ ഓപ്പൺ ആയിട്ട് വിൽക്കുന്ന കോഫി, ടീ, സോർബറ്റ് എന്ന് പറഞ്ഞാൽ സർബത്താണ് കേട്ടോ. അതേപോലെ സർബത്ത് അതൊക്കെ ഓപ്പൺ ആയിട്ട് വിൽക്കുമ്പോ അത് അങ്ങനെ കൊടുക്കുമ്പോ അതുവഴി നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ മലിനമായത് കൊണ്ടായിരിക്കും. അതേപോലെ ഡേർട്സോ അല്ലെങ്കിൽ ഡസ്റ്റോ ഡേർട്ട് പാർട്ടിക്കിൾസോ ഈ പറഞ്ഞ ഗ്ലാസ്സിലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോ ഒരു ചെറിയ ചായക്കടയിൽ പോയിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം ഹോട്ടലൊന്നുമല്ല, ചെറിയ ചായക്കടയാണെങ്കിൽ നമ്മൾ ചായ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ചായ കുടിച്ച് ഗ്ലാസ് അദ്ദേഹം കഴുകുന്നത് ഒരു അത്യാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കുടിക്കൂല കേട്ടോ, പുറത്തു പോയി കഴിഞ്ഞാൽ എനിക്ക് ചായ കുടിക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ ഈ കഴുകുന്നത് ഏത് പാത്രത്തില്? എല്ലാ ഗ്ലാസും കഴുകുന്ന ഒരു ബക്കറ്റില് പിന്നെ വെറുതെ മുക്കി എടുക്കാണ്, വീണ്ടും അയാൾ ചായ എടുത്ത് ഒഴിക്കുക, വീണ്ടും കൊടുക്കാണ് അല്ലെ? അങ്ങനെ ഇൻഫെക്ഷൻസ് വരും. നമ്മൾ ഈ കൊറോണ വന്ന സമയത്ത് ഇങ്ങനെ കുപ്പി ഗ്ലാസ്സിൽ എന്തോ കൊടുക്കാൻ പാടില്ല, ചായ കൊടുക്കാൻ പാടില്ല എന്നൊരു ന്യൂസ് വന്നത് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഒരു കുപ്പി ഗ്ലാസ്, പേപ്പർ ഗ്ലാസ് ആയിരുന്നു. പേപ്പർ ഗ്ലാസ് ആയിരുന്നു ആ ടൈമില്. വീണ്ടും കുപ്പി ഗ്ലാസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവർക്ക് അതായിരിക്കും ലാഭം. കാരണം പേപ്പർ ഗ്ലാസ് ഓരോന്ന് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല, ഡിസ്പോസ് ചെയ്ത് കളയണം. വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? കുപ്പി ഗ്ലാസ് ആണ്. സോ അവർക്കത് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുന്നുണ്ടായിരിക്കും അവർ വീണ്ടും അത് തന്നെ യൂസ് ചെയ്യണേ. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും പേപ്പർ ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. കൊറോണ വന്നതിന് ശേഷം പിന്നെ അവര് കുപ്പി ഗ്ലാസ്സിലേക്ക് പോയില്ല, പേപ്പർ ഗ്ലാസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഇൻഫെക്ഷൻസ് ഒരു പരിധി വരെ സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കാനായിട്ട് നല്ലതാണ്. ഓക്കെ. ഈ കുട്ടികളൊക്കെ ഇല്ലേ, കുട്ടികളൊക്കെ എന്താണ് വൈകുന്നേരം ഒരു കളിയൊക്കെ കഴിഞ്ഞ് ഒരു 5 മണി 5:30 ഒക്കെ ആകുമ്പോ ചായ കുടിക്കാൻ, സ്നാക്സ് ഒക്കെ കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ കൈയും കാലും ഒക്കെ നല്ല അഴുക്കായിരിക്കും. വീട്ടിലില്ലേ പിള്ളേര്? അങ്ങനെയല്ല വരാറവര്? അതെ അതെ. അഴുക്കായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ദേഹത്തിന്റെ ഉള്ളിൽ പോലും എന്തുണ്ടാവും? അഴുക്കുണ്ടാവും. നമ്മൾ ഒരു കാരണവശാലും ആ കൈയോ കാലോ വെച്ച് അവരെന്ത് ചെയ്യാൻ പാടില്ല? ഭക്ഷണം കഴിക്കാൻ അനുവദിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? അവരോട് പറയാം, നല്ല രീതിയിൽ നീ പുറത്തെ പൈപ്പിൽ പോയിട്ട് കൈയും കാലൊക്കെ കഴുകിയിട്ട് വേണം അകത്തോട്ട് കയറാൻ. എന്നിട്ട് പോയി എന്ത് ചെയ്യണം? കുളിച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. വാൺ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് പ്ലേ ടൈംസ് ഉണ്ട്, സ്കൂളുകളിൽ പ്ലേ ടൈം ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഈ കുട്ടികളെല്ലാവരും എന്താണ് നല്ല ആക്റ്റീവായിട്ട് കളിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അത് അലൗ ചെയ്യേണ്ട കാര്യമാണ്, അലൗ ചെയ്യണം. പക്ഷെ അവരോട് പറയണം, പ്ലേ ടൈം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ കൈയും കാലും നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം ക്ലാസ് റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ. കാരണം അത് നമ്മുടെ മേത്ത് ഡസ്റ്റും അതേപോലെ മറ്റു
പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ സോപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം നിങ്ങൾ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ എന്ന് പറയണം. നമ്മൾ പറയണം, നമ്മൾ ടീച്ചേഴ്സ് പറയണം. അപ്പോ ഡേറ്റ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ആരാ വായിക്കുന്നേ? ഞാൻ ഞാൻ വായിക്കാം വായിക്കാം മിസ്സേ. മാം. അഖില വായിക്കട്ടെ. റോഷ്നി ഒരു പ്രാവശ്യം വായിച്ചല്ലേ? ഓക്കെ. Dirty hands and feet. Children should be trained to wash their hands and feet constantly, especially after any travel or sports. There are thousands of germs in the soil. After playing with soil, children may take food without washing their hands properly. Thus, the germs get into the body and bring diseases. Diseases like polio, dysentery, and tetanus, etc., are transmitted this way. ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്, നമ്മൾ സ്പോർട്സോ ട്രാവലോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുട്ടി വരുമ്പോൾ എന്തായാലും കുട്ടിയുടെ കൈയും കാലും ഒക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അകത്തേക്ക് കയറ്റാൻ. നമ്മൾ കൊറോണ വന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പുറത്ത് വീടിന്റെ പുറത്തായിട്ടൊരു ഹാൻഡ് വാഷും അല്ലെങ്കിൽ ഒരു സോപ്പോ ആ പൈപ്പോ അല്ലെങ്കിൽ ഒരു കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചിരുന്നവരല്ലേ നമ്മള്. കൊറോണ പോയി എന്ന് പറഞ്ഞ് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പൊ എന്താണ് നമ്മൾ ഈ എന്താണ് വീട്ടിലേക്ക് നേരെ കയറും. ഞാൻ പക്ഷേ ഒരു പരിധി വരെയും അങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. കൊറോണ കഴിഞ്ഞിട്ടും എന്റെ കൊച്ചു ചെറുതായിരുന്നു ആ സമയത്ത്, മോള് ചെറുതായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും കൊറോണ കഴിഞ്ഞ എല്ലാവരും മാസ്ക് ഒക്കെ മാറ്റിയിട്ട് ഞാൻ കൈയൊക്കെ കഴുകിയിട്ടാണ് ആദ്യം കയറിയിരുന്നത്. ഇപ്പൊ ആള് വലുതായി കഴിഞ്ഞപ്പോ പഠിക്കാനൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, നേരെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ എവിടെയൊക്കെയാ പോയി വരുന്നത്, നമുക്ക് എവിടെയൊക്കെ പോയത്, നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അണുക്കളുണ്ടോ എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. അപ്പൊ കുഞ്ഞു മക്കൾക്കുള്ള അമ്മമാരുണ്ടാവൂലേ, അപ്പൊ അവര് എന്ത് ചെയ്യാ, ബാക്കിയുള്ളവരോട്, ഇപ്പൊ നമ്മള് വീട്ടിലാണെങ്കിലും ബാക്കിയുള്ളവരുണ്ടാവില്ല, ബാക്കി ഫാമിലി മെമ്പേഴ്സ് കുട്ടിയുടെ അടുത്തേക്ക് വരുമ്പോ എന്ത് ചെയ്യാ, നിങ്ങൾ നല്ല രീതിയിൽ പോയിട്ട് കയ്യിൽ കഴുകിയിട്ട് വന്ന് കൊച്ചിനെടുത്താൽ മതി. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെ പറയണേ, ഈ അമ്മ എന്തിങ്ങനെ പറഞ്ഞു, കാരണം കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ട്, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും, പെട്ടെന്ന് കഫക്കെട്ട്, അതേപോലെ ചെറിയ പനിയൊക്കെ പെട്ടെന്ന് വരും. അപ്പൊ നമ്മളത് മാക്സിമം കുറയ്ക്കാൻ നോക്കണം. നമ്മളായിട്ട് കുട്ടിക്ക് അസുഖങ്ങളൊന്നും വരുത്താതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുക്കണം. നമ്മൾ നല്ല രീതിയിൽ കൈയൊക്കെ വാഷ് ചെയ്യണം. ഇതേപോലെ തന്നെയാണ് കുഞ്ഞു പിള്ളേര് സ്പോർട്സ് ഒക്കെ കഴിഞ്ഞ് നമ്മള് എന്താണ് വീട്ടിലേക്ക് വരുമ്പോ ഇതേപോലെ ഒരുപാട് അണുക്കളൊക്കെ ഉണ്ടാവും. കൈയും കാലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും, എന്തായിട്ടാ. അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ മണ്ണില് നല്ലതല്ലേ, മണ്ണിൽ ചവിട്ടി നടക്കുന്നതൊക്കെ നല്ലതല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ കാണാത്ത ഒരുപാട് എന്താണ് ജീവികള് എന്തിലുണ്ട്, ഈ പറഞ്ഞ സോയിലുണ്ട്. ആഫ്റ്റർ പ്ലേയിങ് വിത്ത് ദ സോയിൽ, ചിൽഡ്രൻസ് may take the food without washing their hands properly. നമ്മൾ ആ ഫുഡ് കളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഓടി വന്ന് കൈയൊന്നും കഴുകാതെ, പ്രോപ്പറായിട്ട് കൈ കഴുകണം കേട്ടോ, നല്ല രീതിയിൽ വാഷ് ചെയ്യണം. അത് കഴുകാണ്ട് വേഗം വന്ന് ആ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, ജസ്റ്റ് വെള്ളത്തിലൊന്നും കാണിച്ചു വന്ന് കഴിക്കാന്നല്ല, നല്ല രീതിയിൽ സോപ്പൊക്കെ യൂസ് ചെയ്ത് കൈ വാഷ് ചെയ്യണം. നിങ്ങൾ മുമ്പ് ഏതാണ് നമ്മുടെ ലൈഫ് ബോയുടെ പരസ്യം കണ്ടിട്ടുണ്ടോ? കുഞ്ഞു കൊച്ച്. അപ്പൊ അവർ പറയും ഒരു സെക്കൻഡ് മതി എന്നൊക്കെ പറഞ്ഞ അവരെല്ലാവരും വാഷ് ചെയ്ത് പോയിട്ട് അവൻ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഓരോ സ്റ്റെപ്സ് വാഷ് ചെയ്യേണ്ട ഓരോ സ്റ്റെപ്സ് അനുസരിച്ച് എന്ത് ചെയ്തോണ്ടിരിക്കുക, വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ അവൻ ചെയ്തതല്ലേ കറക്റ്റ്, അവൻ ചെയ്തതാണ് കറക്റ്റ്. അങ്ങനെയാണ് കൈ വാഷ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോ കൈ ഇങ്ങനെ വാഷ് ചെയ്യേണ്ടത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ടീച്ചേഴ്സിനാണ്. അല്ലെങ്കിൽ എന്താണ്, ഈ ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് കയറുകയും നമ്മൾ എന്താവാനുള്ള ചാൻസ് ഉണ്ട്, നമുക്ക് അസുഖം വരാനുള്ള ചാൻസും ഉണ്ട്. ഏതൊക്കെ അസുഖങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്? പോളിയോ, ഡൈസെൻട്രി, ടെറ്റനസ്. നമുക്ക് പോളിയോ, ഡൈസെൻട്രി ഒക്കെ പഠിക്കാനുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, നമുക്ക് പഠിക്കാനുള്ളതാണല്ലോ. ആർ എക്സെട്ര ട്രാൻസ്മിറ്റഡ് ദിസ് വേ. ഈ അസുഖങ്ങളൊക്കെ ഇതുവഴി നമുക്ക് എന്താവും, സ്പ്രെഡ് ആകും. ഓക്കെ. അപ്പൊ ഇതൊന്ന് വായിച്ച്, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് മുതല് ഡർട്ടി ഫീറ്റ്സ് ആൻഡ് ഹാൻഡ്സിന്റെ ലാസ്റ്റ് ലൈൻ വരെയും എല്ലാവരും ഒന്ന് മനസ്സിൽ വായിച്ച് എല്ലാവരും.
വായിച്ചു കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ. വായിച്ചോ? ഈ കാറ്റഗറീസ് ഓഫ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും എന്താണ് ആര്യ? കാറ്റഗറീസ് ഓഫ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആവണില്ല. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫാക്ടേഴ്സ് ഓഫ് സ്പ്രെഡ് ആണോ? ആണോ? Category spread from one person to another. അത് നമ്മൾ കണ്ടാജിനിയസ് ഡിസീസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ ത്രൂ കോണ്ടാക്ട് വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടാജിനിയസ് ഡിസീസ് എന്ന് പറയുന്നത്. കണ്ടേജീനിയസ് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യും. കൊറോണ അങ്ങനെയല്ലേ? അപ്പൊ എക്സാമ്പിൾ ഒക്കെ കണ്ടീജീനിയസ് എന്ന് പറയുമ്പോൾ കൊറോണ അസുഖം വെച്ചിട്ട് ഓർത്ത് വെക്കാട്ടോ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യും. ഓക്കേടാ. ഓക്കെ, എല്ലാരും വായിച്ചോ? വായിച്ചു. വായിച്ചു മിസ്സേ. ഓക്കേടാ. നമ്മള് ഇനി കുറച്ച് അസുഖങ്ങൾ കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസ് ആണ് നോക്കുന്നത് കേട്ടോ. കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസ്. ചില പോയിന്റ്സ് ഇതിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാണ്. അപ്പൊ ചില പോയിന്റ്സ് നമ്മൾ എക്സ്ട്രാ പറയുന്നുണ്ട്. അത് പറ്റാണെങ്കിൽ നിങ്ങളൊന്ന് എഴുതിയെടുക്കണം, നല്ലതായിരിക്കും. ഓക്കെ, നമ്മള് വൂഫിംഗ് കഫ് ആണ് ആദ്യം പറയുന്ന പോയിന്റ്. വൂഫിംഗ് കഫിന് 3 പേരുകളുണ്ട്. പെർറ്റുസിസ്. എഴുതിയ എല്ലാവരും പെർറ്റുസിസ്. സ്പെല്ലിംഗ് വേണോ? വേണം. പെർറ്റുസിസ് ടൈപ്പ് ചെയ്ത് അയക്കാട്ടാ. പെർറ്റുസിസ്. 100 days of cough. 100 days of cough വേറൊരു പേരാണ്. 100 days of ഇതിന് 100 days of cough എന്ന് പേര് വരാൻ കാരണം ഈ ചുമ വന്നു കഴിഞ്ഞാൽ, കഫ് എന്നറിയാലോ, വില്ലൻ ചുമ എന്ന് മലയാളത്തിൽ പറയും. എന്താണ്? വില്ലൻ ചുമയാണ് എന്ന് പറയും. അപ്പൊ ഇതിനെ 100 days of cough എന്നും കഫ് ഓഫ് 100 days എന്നും പറയാറുണ്ട്. കഫ് ഓഫ് 100 days നമുക്ക് സാധാരണയായിട്ട് എല്ലാവർക്കും മിക്കവർക്കും വരുന്നതാണ്. കുറെ ഒരു ചുമ വന്നു കഴിഞ്ഞാൽ മാറില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഈ ചുമ വന്നിട്ട് കുറെ നാളായി മാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ അസുഖമാണ് ഈ എന്താണ് വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്, പെർറ്റുസിസ്. ഇത് മുതിർന്നവരിൽ വന്നാൽ അത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. പക്ഷെ കുട്ടികളിലാണ് ഈ വൂഫിംഗ് കഫ് വരുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് എന്താണ് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ ചുമച്ച് അവർക്ക് ശ്വാസം കിട്ടാതെ ആകി അങ്ങനെ സ്റ്റോക്കിംഗ് വരാനും ശ്വാസം മുട്ട് വരാനും, പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോ കുട്ടി മരണത്തിലേക്ക് വരെ മരണം സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ് ഏത്? വൂഫിംഗ് കഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മൾ വിചാരിക്കും വില്ലൻ ചുമയല്ലേ, നിസ്സാരാണെന്നൊക്കെ വിചാരിക്കും. പെർറ്റുസിസ് ആണ്. അപ്പോ പെർറ്റുസിസ് എന്താണ് പറയുന്നത്? നമ്മൾ അശ്വതി ടീച്ചർ ഈ വാക്സിൻസിന്റെ ഒക്കെ പേര് പറഞ്ഞു തന്നോ?
Yes, ma'am. DPT. DPT ഏതൊക്കെ അസുഖങ്ങൾക്കാണ് DPT എന്ന് പറയുന്ന വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ളത്? നമ്മൾ പഠിക്കുന്ന അസുഖങ്ങളാണ്. അപ്പൊ ഏതൊക്കെ അസുഖങ്ങളാണ് അറിഞ്ഞൂടാ? ഡിഫ്തീരിയ, പെർട്ടുസൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൂഫിംഗ് കഫിനുള്ള വാക്സിൻ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. ഫസ്റ്റ് DPT വാക്സിൻ 6 ആഴ്ച ഉള്ളപ്പോഴാണ് കൊടുക്കുന്നത്. 6 വീക്കില് എന്ന് വെച്ചാൽ 1.5 മാസം ഉള്ളപ്പോ നമ്മൾ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കാറില്ലേ? ആ വാക്സിനാണ് ഒരു വാക്സിനാണ് DPT എന്ന് പറയുന്നത്. പിന്നെ 10 വീക്സിൽ കൊടുക്കും, 14 വീക്സിൽ കൊടുക്കും. ദെൻ 1.5 to 2.5 വയസ്സിൽ ഒരു ബൂസ്റ്റർ ഡോസ് കൊടുക്കാറുണ്ട് DPTയുടെ. ദെൻ 5 years, 15 years ഇങ്ങനെയാണ് DPT വാക്സിൻ എന്ത് ചെയ്യുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കാണ് കൂടുതലായിട്ട് കോംപ്ലിക്കേഷൻസ് ഉള്ളത്. ഇത് കണ്ടാജീനിയസ് അസുഖമാണ്, സ്പ്രെഡ് ചെയ്യും. ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആകുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസീസ് ആണ്. അപ്പൊ ഒരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് ചുമച്ചിട്ട് പറ്റുന്നില്ല, ഭയങ്കര ചുമയാണ്, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചുമയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മള് പാരന്റ്സിനെ മറ്റു കുട്ടികളിൽ നിന്ന് അവൻ എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്തിട്ട് പാരന്റ്സിനെ വിളിക്കുക. കുട്ടിക്ക് ഭയങ്കരമായിട്ട് ചുമയാണ്, അപ്പൊ ഒട്ടും അവന് പറ്റുന്നില്ല, നിങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ കുട്ടീനെ നമ്മള് ക്ലാസ്സിൽ സ്ഥിരമായിട്ട് വരാണെങ്കിൽ അവനോട് പറയാം, ഇപ്പൊ ചുമ കൂടുതലാണല്ലോ, അപ്പൊ അതുകൊണ്ട് മാസ്ക് വെച്ച് വരുന്നത് നല്ലതായിരിക്കും, മറ്റു കുട്ടികൾക്ക് അസുഖം സ്പ്രെഡ് ചെയ്യില്ലല്ലോ, അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ അവരോട് റിക്വസ്റ്റ് കൊടുക്കുക. ഓക്കെ, നമ്മൾ എന്താ അസുഖത്തെ കുറിച്ചാണ് പറഞ്ഞത്? വൂഫിംഗ് കഫിനെ കുറിച്ചാണ് പറഞ്ഞത്. മലയാളത്തിൽ വൂഫിംഗ് കഫിനെ പറയുന്ന പേര് വില്ലൻ ചുമ. ഇതിന് വാക്സിൻസ് അവൈലബിൾ ആണ്. വൂഫിംഗ് കഫിന് വേറെ 3 പേരുണ്ട്. ഏതൊക്കെയാണ്? Pertussis, 100 days. അപ്പൊ ഏത് പേര് വേണമെങ്കിലും പറയാം. ഇപ്പൊ വൂഫിംഗ് കഫ് എന്നാണ് ആൻസർ പറഞ്ഞെങ്കിൽ വേണമെങ്കിൽ പെർട്യൂസിസ് എന്നായിരിക്കും ചിലപ്പോ ഓപ്ഷനിൽ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും വൂഫിംഗ് കഫ് ആണ്, ഈ ആൻസർ തെറ്റാണ്, മിസ്സിന്റെ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി ഒന്നും പറയരുതട്ടാ, കേട്ടാ? Okay, miss. അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇത് ഇൻഫെക്റ്റ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്. ഇപ്പൊ ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സ്പ്രെഡ് ആവും. ആ ഡ്രോപ്ലെറ്റ്സ് എയറിലേക്ക് ഈ ഡ്രോപ്ലെറ്റ്സ് സ്പ്രെഡ് ആക്കി എന്ത് ചെയ്യാണ്, ആ എയർ എടുക്കുന്ന ആ വ്യക്തിക്ക് ആ ഒരു എന്താണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് വരുവാൻ ചെയ്യുന്നത്. നമ്മൾ ക്ലാസ് റൂം അറിയാം, ക്ലാസ് റൂമിൽ ഒരു കുട്ടിക്ക് ഇതേപോലെ ഒരു അസുഖം ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്നായിരിക്കും മറ്റു കുട്ടികളിലേക്ക് സ്പ്രെഡ് ആവുന്നത്? വളരെ എളുപ്പത്തിൽ സ്പ്രെഡ് ആവില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിരിക്കണം. നമ്മൾ ടീച്ചറാണ്, ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒട്ടും പറ്റാത്ത പോലത്തെ ചുമയാണെങ്കിൽ അത് വൂഫിംഗ് കഫ് ആയിരിക്കോ എന്ന് നമ്മൾ തിങ്ക് ചെയ്യണം. ഇനി നമ്മൾ ഇതൊരു പ്രാക്ടിക്കൽ ലൈഫിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ആണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ കുട്ടിയോട് പറയാം, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, സാധാരണ ചുമയാണെങ്കിൽ പോലും പറയാം, നീ എപ്പോഴും കൈ നല്ല രീതിയിൽ വാഷ് ചെയ്യണം, കൈ വാഷ് ചെയ്യണം, അതേപോലെ മാസ്ക് എന്ത് ചെയ്യണം, വിയർ ചെയ്യണം. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് എന്ത് കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ആരാണ് വൂഫിംഗ് കഫിനെ കുറിച്ച് വായിക്കുന്നത്? ഞാൻ വായിക്കാം. ഓക്കെ, ആരാന്ന് വെച്ചാൽ വായിച്ചു? ലിൻസി പ്രിയങ്ക, ആരാന്ന് വെച്ചാൽ വായിച്ചു? Okay. Whooping cough. It affects the children below 5 years of age. Non-stop cough cause difficulty in breathing, weak and vomiting may occur. It is very infectious. Hence, the child is saluted. ഓക്കെ, ഷെഡ്യൂൾഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സാധാരണയായിട്ട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിങ്ങനെ കൂടുതലായിട്ട് അത് അഫക്ട് ചെയ്യുന്നത്. നോൺ സ്റ്റോപ്പ് ആയിട്ട് ഈ കുട്ടികൾ ഇങ്ങനെ കഫ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് എന്ത് വരും, ശ്വാസം വിടാനുള്ള ടൈം കിട്ടുന്നില്ല, അങ്ങനെയാണ് ചുമച്ചുകൊണ്ടിരിക്കുന്നത്. ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് വരും, അവർ ശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെ വരുമ്പോൾ അവർ വീക്ക് ആവും, അതേപോലെ വോമിറ്റിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇൻഫെക്ഷൻ ആണ്, ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടികളിലേക്ക് പെട്ടെന്ന് ഇത് ഭയങ്കര ഇൻഫെക്ഷൻ ആണ്. കുട്ടിക്ക്
പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ സ്പ്രെഡ് ആവും. അതേപോലെ തന്നെ എന്താണ്, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ നമ്മൾ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യണം എന്നാ പറയുന്നത്, ഒറ്റപ്പെടുത്തണം എന്നാ പറയുന്നത്. മറ്റു കുട്ടികളായിട്ട് കോണ്ടാക്ട് വരാത്ത രീതിയിൽ നമ്മൾ ആ കുട്ടീനെ എന്ത് ചെയ്യണം, മാറ്റണം. ഓക്കെ, മാം ഇതൊരു കണ്ടേജിയസ് ഡിസീസ് ആണല്ലേ? അതെ അതെ. വെരി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അണുബാധയുള്ള ഒരു അസുഖമാണ് എന്നാണ്. ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് വളരെ അണുബാധയുള്ള ഒരു അസുഖമാണ്, പെട്ടെന്ന് സ്പ്രെഡ് ആകും. കൊറോണ ഭയങ്കര ഇൻഫെക്ഷൻ ആണ്, കൊറോണ ഇൻഫെക്ഷൻ ആണെന്ന് പറയില്ല, ആ ഒരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവും. കുട്ടികളായതുകൊണ്ട് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്, അപ്പൊ ഏറ്റവും ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളായിരിക്കും അത് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത അസുഖമാണ്, ഈ ഒരു അസുഖത്തിന് വേറൊരു പേരും കൂടിയുണ്ട്, കില്ലർ ഡിസീസ്. കില്ലർ ഡിസീസ് കാരണം 1950 ഈ അസുഖം വന്ന സമയത്ത് 100,000-ഓളം ആൾക്കാരെ എന്ത് ചെയ്തു, ഈ ഒരു അസുഖം കാരണം മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു അസുഖത്തിന് നമ്മൾ എന്ത് പറയുന്നത്, കില്ലർ ഡിസീസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? കില്ലർ ഡിസീസ്. ഡിഫ്തീരിയനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, കില്ലർ ഡിസീസ്. ഓക്കെ മാം. ഓക്കെ, ഞാനൊരു ഇമേജ് എടുത്തിടാം. അപ്പൊ അത് ഒരു മിനിറ്റ് മക്കളെ, നമുക്ക് നോക്കാം ട്ടാ. ഞാൻ ഈ ഇമേജിൽ കാണിക്കുന്നത് ഡിഫ്തീരിയ ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായയിൽ ഒരു വെള്ള കളറുള്ള ഒരു പാട പോലെ ഉള്ളൊരു ഇത് കുട്ടിയുടെ കണ്ടോ, ഇതേപോലെ ഒരു വൈറ്റ് കളറുള്ള ഒരു പാട പോലെ ഒരു ഇൻഫെക്ഷൻ വരും. ആദ്യം ചെറുതായിട്ട് സിമ്പിൾ ആയിട്ടാണെന്നൊക്കെ നമുക്ക് തോന്നും, പിന്നെ നമുക്ക് എന്താണ് അത് സ്പ്രെഡ് ആകും, കുറച്ച് കൂടുതലാവും. അങ്ങനെ വന്ന് ഒട്ടും ഭക്ഷണം കഴിക്കാനോ അതേപോലെ അങ്ങനെ ഒട്ടും പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ അത് അങ്ങനെ വരുമ്പോ പിന്നെ നമുക്ക് ശ്വാസം എടുക്കാനും അങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് വരാനും ഇത് കൂടുതലായിട്ട് മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ അറിഞ്ഞ് മെഡിസിൻസ് എടുത്തില്ലെങ്കിൽ, കറക്റ്റ് ആയിട്ട് നമ്മൾ ആന്റിബയോട്ടിക് എടുത്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞു കുട്ടികൾ പറയില്ലേ, തൊണ്ടവേദനയാണ് അമ്മ, എനിക്ക് ഭയങ്കര വേദനയുണ്ട് ഇവിടാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല നീ പോയി എന്ന് പറയുന്നത് നല്ല രീതിയിൽ, അത് കുട്ടികളാവട്ടെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളാവട്ടെ, നമ്മളൊന്ന് ജസ്റ്റ് വായൊന്ന് തുറന്നേ എന്ന് പറഞ്ഞൊന്ന് നോക്കാം, അവിടെ എന്തെങ്കിലും പാടുണ്ടോ, എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ. അപ്പൊ അവിടെ മേലെയായിട്ട് റെഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഇൻഫെക്ഷൻ ആണ്, അത് കുഴപ്പമുണ്ടാവില്ല, നോർമൽ ആണ്. അല്ല ഇതേപോലെ എന്തെങ്കിലും വൈറ്റ് കളറിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് ഡിഫ്തീരിയ പോലത്തെ ഒരു അസുഖമാണ്, അല്ലെങ്കിൽ നമ്മുടെ കില്ലർ ഡിസീസ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഇത് മെയിൻ ആയിട്ട് കുട്ടികളിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. അപ്പോ ഡിഫ്തീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇത് സ്പ്രെഡ് ആകുന്നത് ഈ വായെന്നുള്ള ഡ്രോപ്ലെറ്റ്സ് ഉണ്ടല്ലോ അതുവഴിയാണ് സ്പ്രെഡ് ആകുന്നത്. ഫസ്റ്റ് ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ട് പെയിൻ ആയിരിക്കും, നമ്മുടെ ഇവിടെ തോട്ടില് ഭയങ്കര വേദനയായിരിക്കും. പിന്നെ വരുന്നത് ഒരു വൈറ്റ് കളറിലൊരു പാട പോലത്തെ ഒരു സംഭവം, നമ്മൾ ആ ഇമേജിൽ കണ്ടില്ലേ ഒരു വൈറ്റ് കളറിലെ പാട, അത് ആദ്യം ചെറുതായിരിക്കും, പിന്നെ അത് എന്ത് ചെയ്യും, വലുതായി നമുക്ക് ബ്രീത്ത് ചെയ്യാനും അതേപോലെ ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ കുറച്ച് ഡിഫിക്കൽട്ടീസ് വരും. നമ്മളത് കറക്റ്റ് ആയിട്ട് സമയത്ത് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ മറ്റു പാർട്ടിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാനും നമുക്ക് അത് ടോക്സിക് ആണ്. ഈ പറഞ്ഞൊരു വെള്ളപ്പാട ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാല് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റ് കളറുള്ള ആ പാട ഉണ്ടല്ലോ, അതിൽ നിന്നൊരു വിഷാംശമുള്ള ഒരു ലിക്വിഡ് ഒരു പോയിസൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ടോക്സിക് ആണ്. അത് നമ്മുടെ മറ്റു ബോഡി പാർട്സിനെ എല്ലാം അത് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അഫക്ട് ചെയ്യാനും മരണം സംഭവിക്കാനും ഉള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡിഫ്തീരിയ വരാതിരിക്കാനായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, വാക്സിൻ എടുക്കാം.
വാക്സിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യാ, ടെറ്റ വാക്സിൻ വാക്സിൻ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എടുക്കുക. കുട്ടികൾ നമ്മൾ നോക്കുക, നമ്മൾ ഷെഡ്യൂൾ നോക്കുക, കുട്ടികൾ വാക്സിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം. അതേപോലെ ബിലോ 2 to 5 years ആണെങ്കിൽ ഈ അസുഖങ്ങൾ 2 to 5 years ആണ് കുട്ടികൾക്ക് സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയും ആ കുട്ടികളിൽ നിന്ന് എന്താണ് ഈ അസുഖത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അസുഖം മാറ്റിയെടുക്കാൻ നമുക്ക് ആന്റിബയോട്ടിക് കൊടുത്ത ഒരു പരിധി വരെയും അത് കുറയ്ക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ബിലോ 2 years കുട്ടികളുണ്ടല്ലോ, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത്തിരി ഇൻഫെക്ഷൻസ് കൂടുതലാവാനും ഞാൻ പറഞ്ഞില്ലേ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അത് ഡിഫ്തീരിയ ഉണ്ട്. ആന്റിബയോട്ടിക് ഒക്കെ അവൈലബിൾ ആണ് ഇന്ന് അസുഖം നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഡിഫ്തീരിയ ആരാ വായിക്കുന്നത്? കൂടെ വേറെ ആയിരുന്നു? ഞാൻ വായിക്കാം. ജീന വായിച്ചോട്ടാ. Diphtheria. This is a disease of the throat, windpipe, and trachea. Windpipe. Okay. The symptoms are high temperature, difficulty in breathing, etc. A membrane develops in the throat. If medical aid is not given within a short period, the child may die of choking. It affects other children easily. എന്താ പറയുന്നത്, നമ്മൾ ആ ഇമേജിൽ കണ്ട പോലെ നമ്മുടെ തോട്ടിന്റെ വിൻ പൈപ്പിലും ട്രക്കിയിലുമാണ് ഈ ഒരു അസുഖം എന്ത് ചെയ്യുന്നത്, വരുന്നത് അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ആണ് നല്ല ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. പിന്നെ വരുന്നത് ഒരു മെംബ്രൈൻ ഡെവലപ്പ് ഇൻ ദ തോട്ട്, നമ്മുടെ തോട്ടിലൊരു മെംബ്രൈൻ ഡെവലപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞ വെള്ള കളറിൽ ഒരു പാട പോലത്തെ ഒരു മെംബ്രൈൻ ഡെവലപ്പ് ചെയ്യും. അത് ഞാൻ പറഞ്ഞു ആ മെംബ്രൈൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു പോയിസൺസ് അത് ക്രിയേറ്റ് ചെയ്യും. കൂടുതലാവുമ്പോൾ അത് ടോക്സിക് ആയിട്ടുള്ള ഒരു പോയിസൺ ക്രിയേറ്റ് ചെയ്യും, നമ്മുടെ ബോഡിയിലെ ബാക്കിയുള്ള എല്ലാ ഏരിയയിലേക്കും അത് സ്പ്രെഡ് ചെയ്യും, മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് എടുത്തില്ല, മെഡിക്കൽ എയ്ഡ് ഈസ് നോട്ട് ഗിവൺ വിത്തിൻ ദ ഷോർട്ട് പീരീഡ്. നമ്മൾ ആ കണ്ടു, ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് കൊടുത്തില്ലാത്ത പക്ഷം എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കുട്ടി മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചോക്കിംഗ് എന്ന് വെച്ചാൽ ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റീസ് മൂലം മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് പെട്ടെന്ന് മറ്റു കുട്ടികളിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആകുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസീസ് ആണ് ഇത് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ 2 ഇമ്പോർട്ടന്റ് ഡിസീസിനെ കുറിച്ചാണ് എടുത്തത്. ഒന്ന് എന്താണ് 100 days of കഫ്, പിന്നെ പറഞ്ഞത് കില്ലർ ഡിസീസ് എന്നാണ്. ഈ പേരുകൾ ഞാൻ രണ്ടാമത് എടുത്ത് പറയാൻ കാരണം ബാക്കി ഡിഫ്തീരിയ, മൂഫിംഗ് കഫ് നിങ്ങൾക്ക് ഓൾറെഡി ഓർമ്മയുണ്ടാവും. അതേപോലെ പെർക്യൂസിസ്, 100 days of കഫ്, കഫ് ഓഫ് 100 days, ഇതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലാതെ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തത് തന്നെ പറഞ്ഞത്. അപ്പൊ എല്ലാവരും നോട്ട്സില് നിങ്ങളുടെ ടെസ്റ്റില് ഈ നോട്ട്സ് പോകുമ്പോ എഴുതി വെക്കുന്നുണ്ടല്ലോ ഇമ്പോർട്ടന്റ് പോയിന്റ്സുകൾ. ഓക്കേടാ, നല്ലതാണ്. അപ്പൊ നമ്മൾ 2 അസുഖങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വൂഫിംഗ് കഫ് ആൻഡ് ഡിഫ്തീരിയ. നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ പോയിന്റ്സുകളൊക്കെ കറക്റ്റ് ആയിട്ടൊന്ന് നോട്ടൊക്കെ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് ടെറ്റനസ് ആണ്, അത് എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ക്ലാസ് മൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്ന് സൈൻ ഔട്ട് ആരാ പറയുന്നേ? മാം ഞാനാണ് പറയുന്നത്, അരുണിമ. എന്താ പേര്? അരുണിമ ശ്രീധർ. അരുണിമ. ഓക്കെ, അരുണിമ. Okay, today we discussed about common childhood disease and common diseases in children. Aparna ma'am, your class was very informative and engaging. We learned a lot from today's lesson. We appreciate your patience and support during this class. Thank you, ma'am. Thank you, Da.